കാലാളുകളോട് പരാജയപ്പെടാതെ കുതിരകളോട് മത്സരിക്കേണ്ടവരാണ് നമ്മളെന്ന് മനസ്സിലാക്കി യഹോവയുടെ മുഖത്തേക്ക് നോക്കി യഹോവയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹയസ്റ്റ്. നസറേനായ യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യിരെമ്യാ പ്രവാചകൻ വലിയ കലിപ്പിലാണ്. പ്രവാചകൻ യഹോവയോട് ചോദിക്കുന്നു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ഞാൻ നിന്നോട് വാദിച്ചാൽ നീ ന്യായം പറയുമെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ എന്നാലും എനിക്ക് അറിയേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞ് യിരെമ്യാ പ്രവാചകൻ കുറച്ച് ക്വസ്റ്റ്യൻസ് യഹോവയോട് ചോദിക്കുന്നു. മെയിനായിട്ട് യിരെമ്യാ പ്രവാചകൻ അറിയേണ്ടത് വൈ ആർ വിക്കറ്റ് പീപ്പിൾ പ്രോസ്പെറിങ്? ദുഷ്പ്രവർത്തിക്കാർ എന്തുകൊണ്ട് സന്തോഷിച്ച് നാൾക്ക് നാൾ അഭിവൃദ്ധി പ്രാപിക്കുന്നു? നീ എന്നെ അറിയുന്നു. അവരുടെ വായിൽ ദൈവത്തിൻ്റെ നാമം ഉണ്ട്, പക്ഷെ അവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ നാമമൊന്നുമില്ല. എങ്കിലും അവർ നല്ല സന്തോഷിച്ച് നന്നായിട്ട് നടക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലം യിരെമ്യാ പ്രവാചകൻ 11-ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രവാചകൻ യഹോവയുടെ അരുളപ്പാടുകളൊക്കെ പറയുന്നത് കൊണ്ട് തൻ്റെ ആൾക്കാരൊക്കെ പ്രവാചകന് എതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഇത് മാത്രമല്ല, അനാത്തോത്ത് എന്ന ഒരു പ്രദേശത്തെ ആൾക്കാർ യിരെമ്യാ പ്രവാചകനോട് വാൺ ചെയ്തിട്ടും ഇരിക്കുകയാണ്, യഹോവയുടെ അരുളപ്പാട് പറഞ്ഞാൽ ഞങ്ങളുടെ കൈ കൊണ്ട് തന്നെ നീ മരിക്കുമെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ സ്വന്തം ജീവന് ഭീഷണിയായിട്ടിരിക്കുന്ന എല്ലാവരും തനിക്ക് എതിരായിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ പ്രവാചകന്റെ സംശയമാണ്, എന്തുകൊണ്ട് വൈ ദിസ് ഈസ് ഹാപ്പനിങ് ടു മീ? ഈ ഒരു ചോദ്യമാണ് യഹോവയുടെ മുമ്പിലേക്ക് യിരെമ്യാ പ്രവാചകൻ എറിഞ്ഞു കൊടുക്കുന്നത്. പ്രവാചകന്റെ ക്വസ്റ്റ്യൻസിന് 2 ഭാഗങ്ങളാണുള്ളത്. വൈ ആർ വിക്കറ്റ് പ്രോസ്പെറിങ് ആൻഡ് വൈ മൈ സിറ്റുവേഷൻ ഇസ് ലൈക്ക് ദിസ്? പല സന്ദർഭങ്ങളിലും ഈ ക്വസ്റ്റ്യൻസ് നമുക്കും നമ്മുടെ മനസ്സിൽ തോന്നും. പള്ളിയുടെ വാതിൽപ്പടി ചവിട്ടാത്തവർ അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ആ മണ്ണിൽ ഫ്ലറിഷ്ഡായിട്ട് ജീവിക്കുമ്പോൾ ഞാനിങ്ങനെ ദുർഗതിയുമായിട്ട് ജീവിക്കുന്നു. നിന്റെ നാമത്തെ അറിയാത്തവർ ഏറ്റവും നല്ല സ്ഥിതിയിൽ നടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നടക്കുന്നു. പലപ്പോഴും നമുക്കും തോന്നാവുന്ന സംശയമാണ്, വൈ മൈ സിറ്റുവേഷൻ ഈസ് ലൈക്ക് ദിസ്? ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമായത് വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്നിട്ടും യിരെമ്യാ പ്രവാചകൻ ഹി റാൻ ടു ഗോഡ്. നമുക്കും ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണിത്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മാത്രം ഓടുക. ഏത് പ്രതിസന്ധികളിലും ഏത് സിറ്റുവേഷനുകളിലും ഓടാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മാത്രമാണ് നമുക്കൊരു വഴി എന്നത് എപ്പോഴും ഓർത്തു വെക്കുക. ചോദ്യം യഹോവയോടാണ്. യഹോവയ്ക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം യഹോവയുടെ പക്കലുണ്ട്. വളരെയധികം സങ്കടത്തിലിരിക്കുന്ന യിരെമ്യാ പ്രവാചകനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം യഹോവ ഒരു ചോദ്യമാണ് തിരിച്ചു ചോദിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? കാലാളുകളോട് ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് നീ എങ്ങനെ മത്സരിച്ചോടും? ഇനി അടുത്തത് ഒരു ചോദ്യം കൂടെ ഉണ്ട്. സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? ജെറമയ 12:5. If you run with footmen and they have wearied you, then how can you content with horse? യഹോവ യിരെമ്യാ പ്രവാചകനോട് പറയുകയാണ്, നീ കണ്ടതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്. ഈ ചെറിയ കാര്യങ്ങൾ നിന്നെ അലോസരപ്പെടുത്തിയാൽ വലിയ കാര്യങ്ങൾ, വൻ കാര്യങ്ങൾ നീ എങ്ങനെ ചെയ്യും? യിരെമ്യാ പ്രവാചകനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ യഹോവ ഇപ്രകാരമാണ് പറയുന്നത്, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോഴേ ഞാൻ നിന്നെ വേർതിരിച്ചു, ജാതികൾക്ക് പ്രവാചകനായിട്ട് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. ഒരു ലോങ് റേസ് ആയിരുന്നു യിരെമ്യാ പ്രവാചകനെ കൊണ്ട് ദൈവത്തിന് ചെയ്യിക്കാനുണ്ടായിരുന്നത്. പക്ഷേ ദൈവം ചോദിക്കുകയാണ്, ഈ ചെറിയ ഫുട്മെൻ അല്ലെങ്കിൽ കാലാൾ പടയോട് പടവെട്ടി അല്ലെങ്കിൽ കാലാൾ പടയോട് ഇറിറ്റേറ്റഡ് ആയിട്ട് നീ ഇതൊക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ എങ്ങനെ, എനിക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതി ഞാൻ നിറവേറ്റും? അപ്പോൾ യഹോവ ഓർമ്മിപ്പിക്കുകയാണ്, നിന്റെ യഥാർത്ഥ മത്സരം കാലാളുകളോടല്ല, ഫുട്മെനോടല്ല നിന്റെ മത്സരം. നിന്റെ യഥാർത്ഥ മത്സരം നീ കുതിരകളോട് മത്സരിച്ച് ഓടേണ്ടവനാണ്. നമ്മൾക്കും മനുഷ്യർക്കുമുള്ള ഒരു ടെൻഡൻസിയാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ ഫോക്കസ് ചെയ്ത് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ ഒരു വൻ പദ്ധതിയിൽ നിന്നും നമ്മളെ പുറകോട്ട് അല്ലെങ്കിൽ നമ്മളെ ആ ട്രാക്കിൽ നിന്നും പുറത്ത് കടത്താനുള്ള ആ ഒരു ടെൻഡൻസിയിൽ നമ്മൾ വീണു പോവുക എന്നുള്ളത് പലരുടെയും ജീവിതത്തിൽ ഒരുപാട് കാലാൾ പടകൾ അല്ലെങ്കിൽ ഒരുപാട് ഫുട്മെൻ ഉണ്ട്. ഈ ഒരു ഫുട്മെൻ അല്ലെങ്കിൽ കാലാൾ പടയെ തിരിച്ചറിയുക എന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ചെറിയ ചെറിയ ഫിനാൻഷ്യൽ ട്രബിൾസ് ആയിരിക്കും, മറ്റുള്ളവരുമായിട്ടുള്ള ഈശാപോഷയായിരിക്കും, ചിലപ്പോൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള ബാഡ് വേർഡ്സ് ആയിരിക്കും, നമ്മുടെ ജോലിയിലുള്ള ഓരോ വിഷമങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള കാലാൾ പടയോടുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വലുതാക്കി കണ്ട് നമുക്ക്
നമ്മുടെ മുമ്പിലുള്ള വൻ പദ്ധതിയിൽ നിന്നും നമ്മൾ മാറിപ്പോകാനുള്ള ആ ഒരു അവസരം നമുക്ക് ഇടയാകാതിരിക്കും. ഇന്ന് പല വിവാഹങ്ങളും ഡിവോഴ്സിലെത്തുന്നത് കാലാൾപ്പട പ്രശ്നങ്ങളാണ്. ചെറിയ പ്രശ്നങ്ങളെയൊക്കെ ഊതിപ്പെരുപ്പിച്ച് പലരും കാലാൾപ്പടയോട് പടവെട്ടി കാലാൾപ്പടയുമായിട്ട് പരാജിതരാകുന്ന അവസ്ഥയാണ്. ചിലരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് നാൾ പ്രാർത്ഥിച്ച് ദൈവം ഒരു ജോലി കൊടുക്കും. 1-2 മാസം കഴിയുമ്പോൾ തിരിച്ചു വരും. എന്താണെന്നറിയാമോ? ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, കാലാൾപ്പട പ്രശ്നങ്ങൾ. കുതിരകളുമായിട്ട് മത്സരിച്ച് ഓടണമെങ്കിൽ കാലാൾപ്പടയുമായിട്ട് തോറ്റു പോകാതെ ഇരിക്കും. ദൈവം യിരെമ്യാവിനെ ഓർമ്മിപ്പിച്ചത് എനിക്ക് നിന്നെക്കുറിച്ച് വലിയൊരു പദ്ധതി ഉണ്ട് എന്നുള്ളതാണ്. ഇതേ കാര്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. ഈ വലിയ പദ്ധതി എന്ന് വെച്ചാൽ മാളികയോ വലിയ കാറോ വലിയ പദവിയോ ഒന്നുമല്ല. ഇതൊക്കെ വെറും ലൗകികമായ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ അനുഗ്രഹങ്ങളാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പദ്ധതി എന്ന് വെച്ചാൽ ഇറ്റേണിറ്റിയാണ്. അവനോടുകൂടെ വസിക്കാൻ ഇറ്റേണൽ ലൈഫാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി. ഈ പദ്ധതിയിൽ നിന്നും നമ്മളെ ഡീറെയിൽ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാലാൾപ്പടകൾ നമ്മുടെ ജീവിതത്തിലുടനീളം വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ കാലാൾപ്പടയോട് തോറ്റു പോകാതിരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും തിരിച്ചറിയുക നമ്മുടെ ഫോക്കസ് എവിടെയാണ്. കാലാൾപ്പടയോടാണോ നമ്മൾ പടവെട്ടുന്നത്? കാലാൾപ്പടയോട് മത്സരിച്ച് പരാജയപ്പെട്ടാൽ കുതിരയോട് മത്സരിക്കാൻ നമുക്ക് പറ്റത്തില്ല. യിരെമ്യാവിന്റെ വലിയൊരു ഡൗട്ടായിരുന്നു, വൈ ആർ വിക്കറ്റ് പീപ്പിൾ പ്രോസ്പെറിംഗ്? ദുഷ്പ്രവർത്തിക്കാരുടെ വഴികൾ എന്തുകൊണ്ട് ശുഭമായിരിക്കുന്നു? 12-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ യഹോവ പറയുന്നുണ്ട്, ഐ വിൽ അപ്രൂവ് ദം ഫ്രം ദെയർ ലാൻഡ്. അവരുടെ ദേശത്തിൽ നിന്നും ഞാൻ അവരെ പറിച്ചു കളയും. ഹി ഈസ് ടെല്ലിംഗ്, ഐ ആം ഓൾ മൈറ്റി ഗോഡ്. അത്യുന്നതനാണ് ഞാൻ. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഫോർ യു. നിന്നോട് എതിരിടുന്നവരെ അപ്രൂട്ട് ചെയ്യാൻ, തക്ക സമയത്ത് അപ്രൂട്ട് ചെയ്യാൻ എനിക്കറിയാം. ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും. ഹി ഈസ് കൺസോളിംഗ് ജെറമായ. Trust in me, I will do it. Amen. What a powerful God we have. ജെറമായയുടെ ചോദ്യങ്ങൾക്കെല്ലാം യഹോവ ഉത്തരം നൽകുന്നുണ്ട്. ജെറമായയെ കൺസോൾ ചെയ്യാനും യഹോവ മറക്കുന്നില്ല. 12-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ യഹോവ വീണ്ടും യിരെമ്യാവിനോട് റീഅഷ്വർ ചെയ്യുന്നുണ്ട്. തൻ്റെ മക്കളായ ഇസ്രായേൽ മക്കളെ അവൻ വീണ്ടെടുക്കുമെന്നും അവരോട് കരുണ കാണിക്കുമെന്നും. യഹോവയുടെ ശക്തിയും യഹോവയുടെ പ്ലാൻസും യഹോവയുടെ കരുണയെക്കുറിച്ചും വളരെയധികം പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാണിത്. ഏതൊരാപത്തിലും യഹോവ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ കാലാൾപ്പടയോട് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ കാലാൾപ്പടയെ ഫോക്കസ് ചെയ്ത് കാലാൾപ്പടയോട് പരാജയപ്പെടാൻ നമുക്ക് ഒരിക്കലും സാധ്യമാകുകയില്ല. ഈ ഒരു ചെറിയ വചനത്തെക്കുറിച്ച് പറഞ്ഞ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പല കാലാളുകളും നമ്മുടെ ചുറ്റും പലപ്പോഴും ഉണ്ടാവും. കാലാൾ പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മുടെ ഫോക്കസിൽ നിന്നും നമ്മളെ ശ്രദ്ധ തിരിക്കാൻ, നമ്മുടെ യഥാർത്ഥമായ ഓട്ടത്തിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്നും നമ്മളെ ഡീറെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. പക്ഷേ കാലാളുകളോട് പരാജയപ്പെടാതെ കുതിരകളോട് മത്സരിക്കേണ്ടവരാണ് നമ്മളെന്ന് മനസ്സിലാക്കി യഹോവയുടെ മുഖത്തേക്ക് നോക്കി യഹോവയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. കം fall in love with Jesus and fall in love with the word of God.